എന്താണ് ജെയ്സൺ ചേട്ടൻ ചെയ്യുന്നത്? സെറ്റ് ചെയ്യുകയാണോ മിസ്റ്റർ ജെയ്സൺ? അതുപോലെ അവളുടെ തലയിൽ ഇത് ഇട്ടോ കേട്ടോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഞാൻ റിയയ്ക്ക് കൊണ്ടുപോയി ഇത് കൊടുത്തിട്ട് വരാം. കുട്ടകം കൊടുത്തിട്ട് വരാം റിയയ്ക്ക്. അല്ല, ഇതിനകത്ത് ബാക്കിയുള്ള ബിരിയാണി ഇങ്ങനെ തന്നേക്കാൻ പറയാം. ശരി, നമ്മൾ നിങ്ങൾ ഞാൻ അവളെ വിളിക്കട്ടെ. എന്റെ ഫോട്ടോ എടുക്കണം ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ അല്ലേ? വീഡിയോ എടുക്കണോ? പക്ഷെ നല്ല കോലം കേട്ടോ, നല്ല ഡ്രസ്സ്, നല്ല കളറുള്ള ഡ്രസ്സിന്റെ. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല. ഞങ്ങള് എഴുന്നേറ്റ് വന്നപ്പോ 9 മണി. ബിരിയാണി അപ്പൊ ഈ പാത്രത്തിനകത്തുള്ള ബിരിയാണി വന്നിട്ട് കേട്ടോ. നിങ്ങൾ ഉച്ചക്ക് ചോറ് വെച്ചു കേട്ടോ. ഞങ്ങക്ക് ഫുഡുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഈ പാത്രം മതി, ഇത്രയൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവുള്ളൂ. ശരി, ഓക്കെ, ബൈ ബൈ. ആർലിനും ജെയ്സനും എന്തിയെ കാണാനില്ലല്ലോ. അപ്പോ അവരിവിടെ വന്ന് നിന്ന് കേട്ടോ ഓൾറെഡി. ആർലിന്റെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. $5, $10, ഏതെടുത്താലും 5 രൂപ എന്നൊക്കെ പറഞ്ഞു. അമ്പലത്തിലല്ലാതെ ഇങ്ങനെ നമ്മൾ ടൗണിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ കയറിയിട്ടുണ്ട് കുറേ കടകളിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ. എന്തായാലും ഇത് ഭയങ്കര വലുതാണത്. നോക്കിയാൽ എന്താ അതിൻ്റെ ഒരു വിസ്തീകരണം. സമ്മറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കാനുണ്ട്. സമ്മറിൻ്റെ വൈൻ ഗ്ലാസ് കൊള്ളാം, അടിപൊളിയാണ്, അടിപൊളിയായിട്ടുണ്ട്. അവർക്ക് വലിച്ചുകൊണ്ട് നടക്കാൻ ഇത് ഉണ്ടാകും. നല്ല രസമുണ്ട്. ഇത് 14 കൊണ്ടേ ഉള്ളത്. ഇതിന് 28 എന്ന് എഴുതും. ഇവരുടെ ബിസിനസ് ട്രിക്ക് ഇതാണ്. അതായത് ആദ്യമേ ഇവർക്ക് കുറേ വില കൂട്ടിയിടും, എന്നിട്ട് അവർ അത് കുറച്ചിടും. വാസും നവും വെച്ചാണ് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക്. പക്ഷെ കൊള്ളാം എന്തായാലും. ഇത്രയും നല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. വീട് വർക്ക് ചെയ്യുന്നില്ലേ? അതിൻ്റെ ആ വലുതിൻ്റെ വീല് വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവളുടെ കളിക്കണ സാധനം ഇടാനായിട്ട് കൊള്ളായിരുന്നു അത്. പറഞ്ഞെടുത്താലോ? ഞാൻ കൈ പിടിച്ചോളാം. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അത് കുഴപ്പമില്ല. 14 പൗണ്ടിന് അവളുടെ എല്ലാ സാധനവും ഇരിക്കുമെങ്കിൽ നല്ലതല്ലേ. ഇവിടെ കുറേ ബാർബികളും പിന്നെ അപ്പുറത്ത് പോകുന്നതിന് കാറ്, വീട് തൊട്ടപ്പുറത്താണ്. ഗിറ്റാറൊക്കെ ഉണ്ട് കേട്ടോ. പോയി വാങ്ങിക്കണേനാ? ഈ പ്രാവശ്യത്തെ സമ്മറിന് ഈ കളറിലെ മാറ്റ് ബാൽക്കണിയിൽ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കളറായിരുന്നു കേട്ടോ.
ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് ഇപ്പം മേടിക്കുന്നില്ല, അടുത്ത ആഴ്ച വല്ല ഒന്ന് മേടിക്കാം. അത് ശരിയാ, ഇവിടുന്ന് മേടിക്കാറുന്നു. ഇവിടെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല നോക്കാം. ഉറങ്ങുക ഞങ്ങള്. അപ്പോൾ നമുക്കിതിനെ പൂക്കോട്ടെ എന്തിനാ? അതിന് ഫ്രൂട്ട്സിൻ്റെ ആണ്, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിക്കൊട്ടയായിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നതേ സമ്മറിനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റാണ് കേട്ടോ. സമ്മർ ഉടനെ തന്നെ വരും, സന്തോഷത്തിൻ്റെ സമ്മർ. ശരിക്കും പറഞ്ഞാൽ സമ്മറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെയും കുക്കുംബറിൻ്റെ കണ്ടോ, ഇതൊക്കെ വന്നിട്ടുണ്ട് സംഭവം. ഇതൊക്കെ വാങ്ങിക്കണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം അടിപൊളി. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വല്ല ഡ്രസ്സ്, ലൈഫ് ജാക്കറ്റ് നോക്കാം കാറിൽ. സമയം കളയല്ലേ. ഇതാണ് പിള്ളേരുടെ സെഷൻ. പിള്ളേരുടെ സെഷൻ്റെ ഹാളിന് പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. നോക്കിയാലോ, കുറേ ഡ്രസ്സുകളുമായി ഹാളിൽ. ഹാളിൻ്റെ പ്രാമിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എടി വലിച്ചു താഴെയിടല്ലേ. അയ്യോ പെണ്ണേ. അങ്ങനെ പുറത്ത് പോയിട്ട് ഞങ്ങൾ വന്നു. പക്ഷേ അവിടെ മനസ്സിൽ കയറിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം എല്ലാം പെറുക്കിയെടുക്കുന്ന ഒരു ധൃതിയിലായിരുന്നു. പിന്നെ ഹാർലിൻ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, ഹാഫ് പ്രൈസ് സെയിലുണ്ടായിരുന്നേ ഇന്ന്. ഞാൻ ഡ്രസ്സൊക്കെ കുറച്ച് മേടിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാരണം വീഡിയോ ഒന്നും എടുക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ എന്തുവേണം, പിന്നെ ഹാർലിൻ കുറച്ച് അലമ്പായിരുന്നു. അവൾക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പുള്ളിക്കാരി ഉറങ്ങിയത്. ജയ്സിനേട്ടൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ വ്ളോഗിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്തൊക്കെ ജയ്സിനേട്ടൻ ഡ്യൂട്ടിയിലായിരിക്കും. ഇനി സമ്മറൊക്കെ വരുന്ന കാരണം ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അത് കാരണം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ കുറച്ച് നേരം അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ കിളികളുടെ സൗണ്ട്, പ്രകൃതി രമണീയത അലയടിക്കുന്ന. ഈ മരങ്ങളിലൊന്നും ഇലകളൊന്നുമില്ല. 1-2 മാസം കഴിഞ്ഞ് മൊത്തം ഇലകൾ വരാൻ എല്ലാം പച്ചപ്പാവും മൊത്തം. ഇവിടെ പൂക്കളൊക്കെ ഇരിക്കും. ഇപ്പൊ നമുക്ക് ബാൽക്കണിയൊക്കെ ഹാർലിന് കളിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുവോ. അല്ലേടാ, ഇന്ന് പോയപ്പോൾ വാങ്ങിച്ച മാറ്റ് നമുക്ക് സാറ്റർഡേ മേടിക്കണം. ആ മാറ്റില്ലേ അതും പിന്നെ കുറച്ച് അതിന് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന ഇവിടെ നെറ്റൊക്കെ അടിക്കണം. അല്ലെങ്കിൽ അവളെല്ലാം എടുത്ത് പുറത്തോട്ട് അറിയും. ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇവൾക്ക് ഇതിലേക്കൂടെ ഇടാൻ പറ്റും കേട്ടോ. അത് കാരണം അവളെല്ലാം വലിച്ച് താഴോട്ട് ഇടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നെറ്റൊക്കെ ഇടുന്നതായിരിക്കും നമുക്ക് കുറച്ച് നല്ലത്. അങ്ങനെ ഇപ്പോൾ കോഫി, അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരു കോഫി ഡേറ്റ് ഹാറിൽ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു കോഫി ഡേറ്റിന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് അടിപൊളി. ഏതാ ഇതെന്ത് പറ്റിയ ബൾബ്? എനിക്കൊന്നും അത് പോയി കാണും ചേട്ടാ. ഇനി വേറെ ഒരെണ്ണം ചേഞ്ച് ചെയ്യാം നമുക്ക്, കുറച്ചുകൂടെ നല്ലത് നോക്കട്ടെ. ഇവിടെ ഒരു ബൾബുണ്ട്. ബൾബ് ഇത് നേരത്തെ കഴിഞ്ഞ സമ്മറിലൊക്കെ ഇത് സോളാർ എനർജി അല്ലേ, സോളാറിൻ്റെ ഇതല്ലേ, അത് വെച്ച് ഇത് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പം എന്തോ
അതങ്ങോട്ട് വെയിലൊക്കെ വന്നിട്ട് പോലും അത് ശരിയാവുന്നില്ല. ഇപ്പം ഇത് ചേഞ്ച് ചെയ്തിട്ട് വേറെ നോക്കാം, വല്ല ബാറ്ററിയുടെയോ വല്ല ബാറ്ററിയുടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. വെയിലാകുമ്പോൾ നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കണം. അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, വിത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പൗണ്ട്ലാൻഡിൽ പോയപ്പോൾ കണ്ടായിരുന്നു കുറച്ച് വിത്തൊക്കെ. നമുക്കൊരു മാർച്ച് പകുതിയൊക്കെ നമുക്ക് പോയി മേടിക്കണം സാധനങ്ങളാണ്. അപ്പം ശരി, ചായയൊക്കെ കുടിച്ചിട്ട് മനസ്സിൽ നിന്ന് ഇത്രയും അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഹാർലിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. ഹാർലിന് കുറച്ച്, പിന്നെ പാൻറ്റ്, അതോ കുറച്ച് അതിൻ്റെ കൂടെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ, കുറച്ച് ഡ്രസ്സൊക്കെ നല്ല ഓഫറിൽ കിട്ടി. സെയിലുണ്ടായിരുന്നു കേട്ടോ, ഹാഫ് പ്രൈസ് സെയില്. എല്ലാത്തിനും അല്ല, ചിലതിനൊക്കെ. എന്താണേലും ഞാൻ അവൾക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു നല്ലൊരു ബ്രാൻഡാണ് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജെയ്സൺ ചേട്ടന് നല്ല അടിപൊളി ഒരു ഷർട്ട് കിട്ടി ഓട്ടോഗ്രാഫിൻ്റെ. അങ്ങനെ അത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേ ഒരു ഇത് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. ഹാർലിന് അടുത്ത വർഷത്തേക്കുള്ള സ്ലീപ്പ് ബാഗ് ഇപ്പോഴേ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാം അവൾക്ക് ചെറുതായി തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു സ്ലീപ്പ് ബാഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. സ്ലീപ്പ് ബാഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്തോട്ട് കിടന്നോളും. പിന്നെ ഈ പുതപ്പ് മാറിപ്പോകുമെന്നോ പിന്നെ തണുക്കുമെന്നോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ പിന്നെ സ്ലീപ്പ് ബാഗ് മേടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിന് കുറച്ച് TONG ടോങ്ങെന്ന് എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. TONG എന്ന് എഴുതാം. ഞാൻ നേരത്തോട്ട് നോക്കി വാങ്ങിക്കുന്നത്. അത് 1.5, 2.5, 1.75 എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ട്. അതിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാമിൻ്റെ ആ ഒരു കണ്ടന്റ് വരുന്നത്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കണം. പിന്നെ സമ്മർ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറഞ്ഞത്, അതായത് 1.2ൻ്റെ 1.5 TONG, അതായത് ടോൺ എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളത് മാത്രം മേടിച്ചാൽ മതി. പക്ഷെ നമുക്ക് വിൻ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് 2.5 എന്ന് പറയുന്ന ഒരു അളവിലുള്ള വേണം. പിന്നെ നെക്സ്റ്റ് എനിക്ക് ഒരു ഡ്രസ്സ് എടുത്തു. എനിക്കൊരു ഡ്രസ്സ് ഇങ്ങനത്തെ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എനിക്ക് ഇത് ഇച്ചിരി വലിയ സൈസാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ നല്ലൊരു കളറായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുത്തു. സെറ്റ് ആവുമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ആർക്കെങ്കിലും കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യാം. ജെയ്സിനാണ് ഈ കളർ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്തത്. ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകുന്നത് നല്ലത്. ഞാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ശരിയാകത്തില്ല. ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോഴേ പോകുള്ളൂ. പിന്നെ ഇതും എനിക്ക് മേടിച്ചാണ് കേട്ടോ ഈ ഡ്രസ്സ്. അതൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ അങ്ങോട്ടൊരു തണുപ്പ് ചൂടും കുറവുള്ള ഒരവസ്ഥയല്ലേ. ഇതിപ്പോൾ ഇത് ശരിക്കും ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് ജെയ്സിനാണ് എടുത്ത ഒരു ടീഷർട്ടാണ്. എനിക്ക് നല്ല നന്നായിട്ടുള്ളത്. അത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ. പിന്നെ വേറെ ഈ സൈഡിലും കുറച്ച് ഡ്രസ്സ്, ഈ സൈഡിലും കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഹാപ്പി ആയിരുന്നു. അത് അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടിയൊക്കെ? ഒത്തിരി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പോർക്ക് ഫ്രൈ അവര് തന്നെ 7 പേര് വന്നില്ലായിരുന്നോ? പാത്രം ഉണ്ടാക്കാനുള്ള വലിയ പാത്രം ഇല്ലല്ലോ, ആണ് പ്രശ്നം. അത് കുഴപ്പമില്ല, അതിനെന്താ, ഞങ്ങൾക്ക് ഷെയർ കഴിക്കാനുള്ളത്. ഇത് ഇച്ചിരി പോർക്ക് ഫ്രൈ ആണ്. എനിക്ക് വയ്യ. ഇത് മേരിയുടെ പാത്രം, എന്റെ പാത്രം. ഇരിക്കിരിക്ക്, ബിരിയാണിയുടെ മണം കാണാം. അത് കുഴപ്പമില്ല. ബിരിയാണി ഉണ്ടാക്കിയ പിന്നെ ബിരിയാണിയുടെ മണം വരും. ഇരുന്നു. പിന്നെ എന്നോട് വിശേഷമൊക്കെ? ഇല്ല അത് ഞാൻ ഇപ്പൊ തിന്നും. അല്ല, വളരെ കാലങ്ങൾക്ക് ശേഷം വരുന്നതാണല്ലോ, അപ്പൊ നമ്മള് സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണല്ലോ. ഹായ് ഹായ്. Say hi.
ഹായ് ഫ്ലൈങ് കിസ് വെക്കേ വെറുതെ ഫ്ലൈങ് കിസ് ബൈ ബൈ ബൈ